അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളെ സമദ് അൻവരിന്റെ ഉപദേശം എല്ലാവരും കേട്ടോളി. നമ്മള് ആരൊക്കെ മോചനം കിട്ടിയോ അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ മുഖ്യമായ സമയം അതിൽ ചെലവഴിക്കരുത് എന്നാണ് അൻവരി പറഞ്ഞത്. നമ്മളൊന്ന് കേൾക്കുക. ഏതോ ആളുകളുടെ മോചനോ ഇതൊന്നും നമ്മളെ വിഷയം. നമ്മൾ മോചനം നേടുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർ ആയുസിന്റെ വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നാട്ടിൽ ചർച്ച ചെയ്യാൻ നമ്മൾ ഇതിൽ നമ്മുടെ പ്രധാനപ്പെട്ട നിമിഷങ്ങളും സമയങ്ങളും അതിൽ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമായ സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ വിലപ്പെട്ട സമയങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഇതിനു വേണ്ടി ചെലവഴിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മളെ വിലപ്പെട്ട നിമിഷങ്ങളൊന്നും ഇതിനു വേണ്ടി സമയം ചെലവഴിക്കരുത്. എന്നാൽ ഈ നിമിഷപ്രിയ വിഷയത്തിൽ തലപ്പാവ് ധരിച്ച് കേരളത്തിൽ ഉടനീളം നിരന്തരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടെങ്കിൽ അത് ഈ വട്ടൂരികൾ മാത്രമേ ഉള്ളൂ. ഇതിനു വേണ്ടി മാത്രം പ്രസംഗം നടത്തുന്ന 2-3 മണിക്കൂർ നിമിഷപ്രിയ വിഷയത്തിൽ മാത്രം പ്രസംഗിക്കുന്ന 2-3 തലപ്പാവുധാരികൾ കേരളത്തിലുണ്ടെങ്കിൽ അത് വട്ടൂരികൾ മാത്രമേ ഉള്ളൂ. ഞാനിത് തെളിവ് സഹിതമാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഈ 14, 15, 16 തീയതിയാണല്ലോ ഇതിന്റെ വിവാദം തുടങ്ങുന്നത്. അന്ന് മുതൽ ഇവരുടെ പരിപാടിയുടെ ക്യാപ്ഷൻ നമുക്കൊന്ന് നോക്കാം. നോക്കൂ. 19-ാം തീയതി AP സമസ്ത വീണ്ടും ജനങ്ങളെ വഞ്ചിക്കുന്നു, ആനുകാലിക സംഭവങ്ങൾ നിലപാട് വ്യക്തമാക്കി. ഇത് 19-ാം തീയതി കഴിഞ്ഞില്ല. 22-ാം തീയതി പൊതുസമൂഹത്തെ വീണ്ടും വഞ്ചിക്കുന്ന AP സമസ്ത. അടുത്തത് 26-ാം തീയതി കളവ് പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന AP സമസ്ത. 29-ാം തീയതി പൊതുസമൂഹത്തെ വഞ്ചിച്ച് കളവുകൾ തുടർന്ന് AP സമസ്ത. ഇന്ന് 2-ാം തീയതി കളവ് പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന AP സമസ്ത. എങ്ങനെയുണ്ട്? ഇവരാണ് പറയുന്നത് നമ്മൾ നിമിഷപ്രിയ വിഷയത്തിലൊന്നും വെറുതെ സമയം ചെലവഴിക്കരുത്. എല്ലാ ദിവസവും ഒന്നരട്ട് പരിപാടി നടത്തി മണിക്കൂറുകളോളം നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിമിഷപ്രിയ വിഷയത്തിൽ വിവാദം ഉണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രസംഗിക്കുന്ന ആളുകളാ പറയുന്നത് നമ്മൾ വെറുതെ സമയം കളയരുത്. എങ്ങനെയുണ്ട്? ഇവർക്കാണ് ശരിക്കും വട്ടുകൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു വിഭാഗം.